നേര്യമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടതിൽ സർക്കാരിന്റെ നിരുത്തരപരമായ നിലപാടുകൾക്കെതിരെ കോതമംഗലം കത്തീഡ്രലിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ച രൂപത. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ മുൻകൈയെടുത്തില്ലെങ്കിൽ വൻ ബഹുജന പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് പ്രസ്താവനയിലൂടെ കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് അറിയിച്ചു. വാർത്താക്കുറിപ്പിൽ പറയുന്നതിങ്ങനെ: വളരെ ദാരുണമായ ഒരു മരണവാർത്ത കൂടി നാം കേൾക്കുകയാണ്. നേര്യമംഗലം കാഞ്ഞിരവേലി പ്രദേശത്തുള്ള ഇന്ദിര എന്ന വീട്ടമ്മ ഇന്ന് രാവിലെ സ്വന്തം പുരയിടത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എല്ലാ ദിവസവും എന്ന പോലെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഖേദകരമാണ്. പാവപ്പെട്ട മനുഷ്യരുടെ ജീവനും സ്വത്തിനും കനത്ത ഭീഷണി ഉയർത്തുന്ന വന്യമൃഗ ആക്രമണങ്ങൾ പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ യാതൊരു തരത്തിലുമുള്ള നടപടികളും എടുക്കുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. ഇത്തരം ദാരുണ സംഭവങ്ങളെ സ്വാർത്ഥ ലാഭങ്ങൾക്കോ രാഷ്ട്രീയമായ മുതലെടുപ്പുകൾക്കോ ഉപയോഗിക്കാതെ ശാശ്വത പരിഹാരത്തിനായി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളുമായി സർക്കാർ ഇനിയും സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ ബഹുജന പ്രക്ഷോഭത്തിന് നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ടാകും. സർക്കാരുകളുടെ നിരുത്തരവാദിത്തപരമായ നിലപാടുകൾ കൊണ്ട് മാത്രമുണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണം. പ്രിയപ്പെട്ട സഹോദരിയുടെ സങ്കടകരമായ മരണത്തിൽ കോതമംഗലം രൂപതയുടെ അനുശോചനം അറിയിക്കുന്നു. കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ.